എടാ എല്ലാം സെറ്റല്ലേ? നമുക്ക് നോക്കണം ശരിക്ക്. എനിക്കത് പേടിയാ കുഞ്ഞുമോനെ. ഇതെവിടെ വണ്ടി പുറത്ത് വെച്ചോ? ബോർഡൊക്കെ സെറ്റല്ലേ? ഓക്കെയാണ്. നിക്ക്, രണ്ടാളുടെ വീട്ടിൽ ലേറ്റ് ആവുന്ന പറഞ്ഞല്ലേ? അതൊന്നും സീനില്ലടോ. എന്നാ വാ. നിയമങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. കളി തുടങ്ങിയാ പിന്നെ കളി കഴിയുന്നത് വരെ കൈയെടുക്കാൻ പാടില്ല. സ്പിരിറ്റ് ഹാവ് യു കം എന്ന് 3 പ്രാവശ്യം പറയാം. എന്നിട്ട് ആത്മാവ് വന്നോന്ന് ഉറപ്പുവരുത്തണല്ലേ? അപ്പൊ ആത്മാവ് വന്നില്ലെങ്കിലോ? ആത്മാവ് വന്നില്ലെങ്കിൽ എന്താ, ഒന്നുകൂടെ വിളിക്കണം. ബോട്ടിലെന്തായാലും വരാതിരിക്കില്ലല്ലോ. കഴിഞ്ഞാൽ ലാസ്റ്റ് ഗുഡ് ബൈ പറഞ്ഞ് കളി നിർത്താം. ആത്മാവ് അപ്പൊ പോയില്ലെങ്കിലോ? അപ്പൊ പ്രോപ്പറായിട്ട് സ്പിരിറ്റ് ഗുഡ് ബൈ പറഞ്ഞാൽ മതി. പക്ഷെ ഇത് കറക്റ്റായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ ആത്മാവിനെ നമ്മൾ കാണുന്ന രീതിയിൽ വരും. എന്നാ എല്ലാം കറക്റ്റ് തന്നെ ചെയ്യാം. Spirit have come. Spirit have you come. Spirit have you come. Spirit ഇവിടെയുണ്ടോ? നീയല്ലേ നിക്ക്? ഞാനല്ലേ? ഞാനല്ല. പേരെന്താ? മായ. ഇവിടെ ആരാ മായ? എന്റെ റിലേറ്റീവ് വല്ലതാണോ? അറിയില്ല. നീ എന്റെ അമ്മനെ വിളി, നോക്കാലോ നമുക്ക്. ആ സൗക്കോലെ വിളിക്കണോ? വിളിച്ചു നോക്ക എന്തായാലും. സ്പീക്കർ. നിന്നോട് പറഞ്ഞില്ലേ ആൾ താമസമില്ലാത്ത തറവാട്ടില് പോന്നേ പോയിക്കോ, എന്നെ ഒന്നിനും വിളിക്കണ്ടെന്ന്. ഇത് മാത്രം ഒന്ന് പറ, ആരാണ് മായ? നിനക്ക് ഈ പേരെവിടുന്ന് കിട്ടി? ഹലോ, പറ. എനിക്കും നിന്റെ അച്ഛനും മാത്രം അറിയുന്ന കാര്യം. ആരാതിപ്പോ നിന്നോട് പറഞ്ഞത്? എന്താ സംഭവം? എന്താ പറ. നിനക്ക് അറിയാത്തൊരു മൂത്ത മകൾ ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അത് അച്ഛൻ പറഞ്ഞു തന്നിരുന്നോ ഈ പേര്? അതിന് ഇവൻ ജനിച്ച പടലുണ്ട് അച്ഛൻ സൂയിസൈഡ് ചെയ്ത്. പിന്നെ ഇവൻ എങ്ങനെ അറിയാനാ? മതി, നമുക്കിതിവിടെ വെച്ച് നിർത്താം. നിർത്താം. വേണ്ട, എനിക്കിത് ക്ലിയർ ചെയ്യണം. എന്നാ ബാക്കി നോക്കാം. എന്നാ വേഗം ഒന്ന് തീർക്ക്. എങ്ങനെയാ മരിച്ചത്? കൊല്ലതോ? ആരാ ചെയ്തത്? അച്ഛനോ? അച്ഛൻ മകളെ കൊല്ലാനോ? ആ കുറ്റബോധം കൊണ്ടാവും എന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്ത്.
ഡാ നീ അല്ലേ ഇത് നീക്കുന്നേ? എന്തിനായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നത്? നമ്മളില് ഒരാളുടെ ശരീരത്തിൽ കയറാൻ പോവാണെന്ന്. അതെന്തിനാ? അമ്മയോട് പകവീട്ടാൻ. അമ്മ എന്താ ചെയ്തത്? അമ്മ പറഞ്ഞിട്ടാണ് അച്ഛൻ ആ കൊല ചെയ്തതെന്ന്. നമ്മൾ സ്പിരിറ്റ് ഗുഡ് ബൈ പറഞ്ഞിട്ടില്ല.